കം വിത്ത് മീ ടു ഹാവ് എ കപ്പ് ഓഫ് ടീ? വരുന്നോ? എൻ്റെ കൂടെ ചായ കുടിക്കാൻ വരുന്നോ? മറുപടി എങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? ചിലർ പറയും ആസ് ഐ ഡു, ചിലർ പറയും യെസ് ഐ എം കമ്മിങ്. ഈ ഐ ആം കമ്മിങ് അവിടെ നിൽക്കട്ടെ, യെസ് ഐ ഡു കാര് പാസ്സായി. ഡു വെച്ച് ചോദ്യം ചോദിക്കുമ്പോൾ ഡു വെച്ച് അങ്ങ് ഉത്തരം പറഞ്ഞാൽ മതി, ലാസ്റ്റിൽ ഡു അങ്ങ് നിർത്തിയാൽ മതി. ഇപ്പോൾ ഡു യു ലൈക്ക് ഐസ്ക്രീം? യെസ് ഐ ഡു. ഇഷ്ടമല്ലെന്നാണെങ്കിലോ നോ ഐ ഡോണ്ട് എന്ന് പറഞ്ഞാൽ മതി. ഇനി ഐ ആം കമ്മിങ് ആരോട്? നിങ്ങൾ സ്കൂളിൽ ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഒന്നും പഠിച്ചിട്ടില്ലേ? ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സാറാമയ്യൻജി എന്നൊക്കെ. അവിടെ ഇരിക്കണേലേ ഉള്ളൂ, ഇങ്ങോട്ട് വന്നു തുടങ്ങിയില്ലല്ലോ. അപ്പോൾ പിന്നെ എന്തിനാ ഐ ആം കമ്മിങ് എന്നിട്ടത്? എൻ്റെ അമ്മേ, ഇപ്പം തന്നെ ഒരു ജാഥ വരൂ കേട്ടോ, ഐ ആം കമ്മിങ് ശരിയാണ്. സമ്മതിച്ചു, ഐ ആം കമ്മിങ് ശരിയാണ്. പക്ഷേ ഡു യു ലൈക്ക് ഐസ്ക്രീം എന്ന് ചോദിക്കുമ്പോഴേ ഐ ആം ലൈക്കിങ് ഐസ്ക്രീം എന്നും കൂടെ പറയണം. ഓക്കെ, വെൽക്കം ടു ഷനൈൻസ് അക്കാഡമി. കൺഫ്യൂഷൻ ഉണ്ടോ? തീർക്കാൻ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു പഠനം തന്നെയാകാം. ഓക്കെ, 175 ടോപ്പിക് സംസാരിപ്പിക്കുന്ന ബേസ് കോഴ്സിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി ഇൻ്റർമീഡിയറ്റ് ആണെങ്കിലോ 350 ടോപ്പിക്സ് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കും. ഇനി അതല്ല അഡ്വാൻസ്ഡ് കോഴ്സിനാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഒരു 500 മുതൽ 700 വരെയുള്ള ടോപ്പിക്സ് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുന്നതാണ്. സോ യു വെൽക്കം ടു ഷനൈൻസ് അക്കാഡമി. താങ്ക് യു.